അവിടെ ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ട്. VS രഞ്ജിത്തുമുണ്ട് ഉദ്ഘാടന വേദിയിൽ നിന്ന്. അഭിജിത്ത് മുഴക്കുന്നിലേക്കൊന്ന് പോയാൽ, അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളും ചെറുകിട തൊഴിലാളികളും പറയുന്നത് പുതിയ മാർക്കറ്റിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പച്ചക്കറി കച്ചവടക്കാർക്ക് രണ്ടാമത്തെ നിലയിലാണ് കട കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ കഴിയുമോ അഭിജിത്ത്? അരുൺകുമാർ, അവർ പറയുന്നതനുസരിച്ച് അവരുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയാണ് അവർ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പച്ചക്കറി കടക്കാർക്ക്, അതായത് ഹോൾസെയിൽ റീറ്റെയിൽ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിലായാണ് ഇവർക്ക് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. അതിൽ ഹോൾസെയിലുകാർക്ക് മുകളിലത്തെ നിലയിലും റീറ്റെയിലുകാർക്ക് താഴത്തെ നിലയിലുമായാണ് സൗകര്യമൊരുക്കിയത് എന്നുള്ളതാണ് കോർപ്പറേഷൻ അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അതിൽ ഈ സ്ഥല പരിമിതിയെക്കുറിച്ച് അവർ വലിയ പരാതി പറയുന്നുണ്ട്. ചെറിയ ഇടുങ്ങിയ റൂമുകൾ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ അവർക്ക് കൃത്യമായ രീതിയിൽ ഈ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് പരാതി. നമ്മൾ പരിശോധിച്ചതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അരുൺകുമാർ, അല്പം സ്ഥലപരിമിതി ഉണ്ട്. വലിയ വിശാലമായ ഒരു മുറിയല്ല ഇവിടെ ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം ഒരു പ്രശ്നമായി മാറും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. വലിയ വിശാലമായ മുറിയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കച്ചവടക്കാർക്കാണ് താഴെയുള്ള ഫ്ലോറുകൾ കൊടുത്തിരിക്കുന്നത്. വലിയ വാടക കിട്ടുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള പച്ചക്കറി കച്ചവടക്കാർക്ക് മുകളിലത്തെ നിലയിലേക്ക് പോയി കച്ചവടം ചെയ്യേണ്ടി വരുന്നു എന്നാണ് ആക്ഷേപം. അത് ശരിയാണോ അരുൺകുമാർ? അത് നമുക്ക് ഈ കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ നിന്നൊരു വിശദീകരണം തേടേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായ ഒരു മറുപടി അല്ല ലഭിച്ചിട്ടുള്ളത്. താഴെയുള്ളവർക്ക് ഈ സാധാരണ ഇവിടെ പാളയത്തുണ്ടായിരുന്ന 150ഓളം വ്യാപാരികൾക്കാണ് നിലവിൽ ഇവിടേക്ക് വരാൻ കഴിയുക. അവർക്കാണ് ഇവിടെ കച്ചവടം ചെയ്യാൻ കഴിയുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ പാളയത്ത് കച്ചവടം ചെയ്തിരുന്നവരെ മുഴുവൻ? തീർച്ചയായും അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് അരുൺകുമാർ. നിലവിൽ നമ്മൾ കോർപ്പറേഷൻ അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. 150ഓളം പേരെയാണ് ഇവിടേക്ക് ഈ പാളയത്ത് നിന്ന് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 300-ലധികം കടകൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ ഈ റീറ്റെയിലായി കച്ചവടം ചെയ്യുന്നവർക്ക് താഴത്തെ ഭാഗം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ ഏതായാലും ഇന്ന് കൊണ്ട് ഇവർക്ക് എല്ലാവരും ഇവിടെ വന്ന് കച്ചവടം ആരംഭിക്കുകയൊന്നുമില്ല. ഏതാണ്ട് 10-15 ദിവസമൊക്കെ ഇതിന് പിടിക്കുമെന്നുള്ളതാണ് അധികൃതരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകാൻ കഴിയുന്നത്. വ്യാപാര വ്യവസായി സമിതിക്കൊപ്പമാണ് VS രഞ്ജിത്ത് നടക്കുന്നത്. അതായത് ഈ പുതിയ മാർക്കറ്റിനെ അനുകൂലിക്കുന്നവർക്കൊപ്പമാണ്. അവരിപ്പോൾ കൊടിപിടിച്ച് ഈ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. VS രഞ്ജിത്ത്, ഇവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. എന്താണ് ഇവർ അനുകൂലിക്കാനുള്ള കാരണം? അതിൽ പ്രധാനമായിട്ടും ഈ തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും പറയുന്നത് താഴത്തെ നില പൂർണ്ണമായിട്ടും വലിയ വാടകയ്ക്ക് വൻകിട കച്ചവടക്കാർക്ക് കൊടുത്തു. താഴത്തെ നിലയിൽ നിന്ന് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. മുകളിലത്തെ നിലയിലേക്കൊക്കെ പച്ചക്കറിക്കാർ പോകണം എന്നുള്ളതാണ്. അങ്ങനെ വല്ലതും ഉണ്ടോ അവിടെ? സ്ഥലപരിമിതി അവിടെയും ഉണ്ടോ? എന്താണ് അവരിത് സ്വീകരിക്കാനുള്ള കാരണം? അതുകൂടി ഒന്ന് ചോദിക്കൂ. അനുകൂലിക്കുന്നവരുടെ വാദം കൂടി നമുക്കൊന്ന് കേൾപ്പിക്കാം. അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കല്ലുത്താങ്കടവ് മാർക്കറ്റിലേക്ക് വ്യാപാരി വ്യവസായി സമിതിയും അതുപോലെ CITUവിൻ്റെ പ്രവർത്തകരും നടത്തുന്ന അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മാർച്ചിലാണ്. തുടക്കത്തിൽ CITU ഈ പാളയം മാർക്കറ്റ് മാറുന്നതിന് എതിരായിരുന്നെങ്കിലും പിന്നീട് പാർട്ടി ഇടപെട്ടും അതുപോലെ കോർപ്പറേഷൻ ഇടപെട്ടും വരെ അനുനയിപ്പിക്കുകയായിരുന്നു. ഒരുപാട് പ്രതിഷേധങ്ങൾ ഇതിനകത്തുണ്ട്. വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതിഷേധമുണ്ട്. അവരേറ്റവും പ്രധാനമായിട്ടും പറയുന്നത് പാളയം മാർക്കറ്റ് മൊത്തത്തിൽ മാറ്റണം. അതുപോലെ അവിടെ അസൗകര്യങ്ങളുണ്ട്, കടമുറികളൊക്കെ ചെറുതാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ ഇത് തൊഴിലാളി വഞ്ചനയല്ലേ യഥാർത്ഥത്തിൽ CITU കാണിക്കുന്നത്? ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇതിനോടുള്ള എതിർപ്പ്. വെറും രാഷ്ട്രീയ പ്രശ്നമാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ ആ തിരക്കിട്ട സ്ഥലത്ത് നിന്ന് പാളയം പച്ചക്കറി മാർക്കറ്റ് നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് തുടങ്ങിയത്. ആ തുടങ്ങുന്ന സമയത്ത് തൊഴിലാളികൾക്കും ആഗ്രഹമുണ്ട്. വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കണമെന്നുള്ള ആഗ്രഹം തൊഴിലാളികൾക്കുണ്ട്. വൃത്തിക്കപ്പുറത്തെ അവിടെ സ്ഥല സൗകര്യമില്ല. ഓരോ കടമുറികളും അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഓവുചാലിന് മുകളിൽ നിർമ്മിച്ച മുറികളിലാണ്. അതുപോലെ ഇവിടെയുള്ള സൗകര്യം പോലും അവിടെ ഇല്ല. ഇവിടെ നിന്നുള്ള മുഴുവൻ കച്ചവടക്കാരെയും അങ്ങോട്ട് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മാറ്റം. അതിനുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ മാറ്റം. ആ മാറ്റം നടപ്പിലാക്കുന്ന സമയത്ത് അനുമാനിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രായോഗികമായി അത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കുള്ള
ഒരു പദ്ധതിയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് CITUക്കൊപ്പം അവിടുത്തെ ഭൂരിപക്ഷം തൊഴിലാളികൾ ഇല്ലാത്തത്? CITUക്കാരായ ആളുകൾ പലരും മറ്റ് തൊഴിലാളി സംഘടനകളിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ അവിടുന്ന് പറയുന്നത്. അതൊക്കെ ചില ന്യൂനപക്ഷങ്ങൾ ചില സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം വരുന്ന CITU തൊഴിലാളികളും CITU സംഘടനയും ഈ വികസനത്തിനൊപ്പമാണ്. തൊഴിലാളികൾ തന്നെ ദീർഘകാലമായി മുന്നോട്ട് വെച്ച ആഗ്രഹത്തിന്റെ കൂടി പുറത്താണ് ഈ ഒരു പാളയം മാർക്കറ്റ് ഇവിടെ വരുന്നത്. അത് തൊഴിലെടുക്കുന്നവരുടെ അന്തസ് ഉയർത്തുന്ന രീതിയിൽ അവിടെ മാർക്കറ്റ് പണിയെടുക്കുന്നതാണ്. അതെ, പാളയം മാർക്കറ്റിലാണ്. അതെ, നിങ്ങൾക്ക് അവിടെ നിന്ന് മാറുന്നതിൽ എതിർപ്പില്ല? എതിർപ്പില്ലല്ലോ. ഭൂരിപക്ഷം നമുക്ക് അവിടെ ചെളിയും പിന്നെ കുറഞ്ഞ 1.60 ഒരു ഏക്കർ 60 സ്ഥലമുള്ളൂ. ഇത് 5.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ആൾക്കാർ പറയുന്ന അവിടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ സ്ഥലത്തേക്കൊന്നുമില്ല. അവിടെ 153 വീടുണ്ട്, ഇവിടെ 300 വീടുണ്ട്. അപ്പൊ തൊഴിൽ വർദ്ധിക്കുക ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് 153 300 വലുത് 300. ഇതിൽ കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടോ? കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ മാർച്ച് അഭിവാദ്യം അല്ല, കച്ചവടക്കാരുണ്ടോ? കച്ചവടക്കാരൊക്കെ ഇവിടെ ഷോപ്പ് എടുത്തു കഴിഞ്ഞ ആൾക്കാരാണ്. മിക്കവാറും ആൾക്കാരും ഇവിടെ പുറത്ത് വെക്കുന്ന ഷോപ്പുകളൊക്കെ ഒരുപാട് എടുത്തു കഴിഞ്ഞതാണ്. എടുത്ത ശേഷമാണ് പ്രതിഷേധിക്കുന്നത്. അതൊരു പുകമറ സൃഷ്ടിക്കാനുള്ള മാത്രം സമരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ കോർപ്പറേഷൻ അധികാരികളായി സമീപിച്ചാൽ ഈ കച്ചവടക്കാരെടുത്ത ലിസ്റ്റ് പരിശോധിച്ചാൽ മതി. ഈ 140 തൊഴിലാളികളും ഇവർ 1ഉം 2ഉം കടകൾ എടുത്ത ആൾക്കാരുണ്ട്. ഒരു കട മാത്രമല്ല, അവിടെ ഒരു കട ഉണ്ടായിരുന്ന ഇവിടെ 2 കട എടുത്ത 2 കടകൾ അതിനും കൂടുതൽ എടുത്ത വലിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിൽ വാടക വർദ്ധിപ്പിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാവില്ലേ? ഒരു കാര്യമില്ല. ഇതിന് കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് അധികാരികൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ മുന്നിൽ കോഴിക്കോട് കോർപ്പറേഷനാണ് ഉണ്ടാകുക. ഇതിന് മേയർ മോണിറ്ററിംഗ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന നിലവിൽ വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ നമുക്ക് ഉറപ്പ്. ഉദ്ഘാടനത്തിനായിട്ട് അവിടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധമുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ചെറുകിട വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു. എന്നാൽ മറുഭാഗത്തെ വ്യാപാരി വ്യവസായി സമിതി CPMന്റെ നേതൃത്വത്തിലുള്ള സംഘടനയും ഒപ്പം തന്നെ ഒരു വിഭാഗം CITU പ്രവർത്തകരും പൂർണ്ണമായി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് അവിടെ ആഹ്ലാദവും നടത്തുന്നു. 2 ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. പ്രതിഷേധത്തിന് ദൃശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ സ്വാഗതത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് അവിടെ സ്ഥലം കുറവാണ്, അവർക്ക് ഒരുപക്ഷെ ഭാവിയിൽ കൂടുതൽ തുക വാടക നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും, തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ 1.5 ഏക്കർ ഉണ്ടായിരുന്ന പഴയ സ്ഥലത്ത് നിന്നും 5 ഏക്കറുള്ള പുതിയ സ്ഥലത്തേക്ക് വിശാലതയിലേക്കാണ് നമ്മൾ മാറുന്നത്. അവിടെ പഴയ സ്ഥലത്ത് 150 കടകളെങ്കിൽ ഇവിടെ 300 കടകളുണ്ട് എന്നാണ് പറയുന്നത്. ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും, പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ എതിർക്കുന്നവർ പറയുന്നത് താഴെയുള്ള നിലകൾ പലതും ഉയർന്ന വാടകയ്ക്ക് വലിയ വൻകിട കച്ചവടക്കാർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അനുകൂലിക്കുന്നവർ പറയുന്നത് അങ്ങനെയല്ല, എല്ലാ കച്ചവടക്കാർക്കും താഴെ തന്നെ കച്ചവടം ചെയ്യാൻ 150 പേർക്കും കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെയുള്ളവർ പറയുന്നത്, അതായത് പ്രതിഷേധിക്കുന്നവർ പറയുന്നത് അവിടെ കച്ചവട സാധ്യത കുറയും എന്നുള്ളതാണ്. എന്നാൽ അനുകൂലിക്കുന്നവർ പറയുന്നത് അങ്ങനെ പറയുന്നവരത് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. അവർ തന്നെ നിലവിൽ ഈ കടകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ്. 2 അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടു. കരിദിനം ആചരിക്കുകയാണ് അവിടുത്തെ വ്യാപാരികളും തൊഴിലാളികളും.